ഹലോ ഫ്രണ്ട്സ്, ലീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നാടൻ ചോറും കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മമ്പയർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് സമയം രാവിലെ ഇട്ടതാണ്. അപ്പോൾ നല്ലോണം കുതിർന്നിട്ടുണ്ടത്. അപ്പോൾ ഇന്ന് മമ്പയർ പുഴുക്കും പിന്നെ ചമ്മന്തി, തൈര്, മുട്ട, അച്ചാർ, ഇതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നല്ലോണം 4-5 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. കഴുകി നമ്മളത് കുക്കറിലോട്ടിട്ടിട്ട് വേവിച്ചെടുക്കണം. നല്ലോണം കഴുകണം, കാരണം അതിൽ അഴുക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു കുക്കറിലോട്ടിട്ടിട്ട് ഒരു 4-5 വിസിൽ വെച്ച് നല്ലോണം വെന്ത് കിട്ടും. അതിനുശേഷം നമ്മൾ അതിനെന്തെല്ലാം വേണ്ടത് അതെല്ലാം ഇട്ട് കൊടുത്ത് ചെയ്യാം നമുക്ക്. മമ്പയർ നല്ല ടേസ്റ്റായിട്ടുണ്ടാവും. ഇതിൻ്റെ കൂടെ കുമ്പളങ്ങ, ചക്കക്കുരു ഇതെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റാണ്. അപ്പം എൻ്റെ അടുത്ത് ഇത് വേറെ ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത് മാത്രം ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ചില ആൾക്കാർക്ക് ഉപ്പ് കുറവേ വേണ്ടി വരും. ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനായി ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ മഞ്ഞൾപ്പൊടി. ഇനി നല്ലോണം മൂടിയിട്ട് 2-3 വിസിൽ വരുന്നവർക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അപ്പോൾ വിസിൽ വരട്ടെ. ഞാൻ അപ്പോഴത്തേക്ക് അപ്പുറത്തെ അടുപ്പിൽ ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്. അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അരിയിട്ട് അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് ചോറ് വാർന്നായി കഴിഞ്ഞാൽ എല്ലാം ഒരേ ടൈമിലാവുമല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ ചമ്മന്തിമാരി ഒന്നാക്കിയിട്ട് അതിലിട്ട് തിളപ്പിക്കണം. അതിന് വേണ്ടി 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് മിക്സിയിൽ ജീരകം ഇടണം. കുറച്ച് ജീരകം ഇട്ടിട്ട് മിക്സിയിൽ നല്ലോണം കുറച്ച് ചതക്കുന്ന മാതിരി എടുത്തിട്ട് നമ്മൾ ഈ മമ്പയറിൻ്റെ കൂടെ 1-2 തിളച്ചതിന് ശേഷം നമുക്കതിൽ വറുത്തിട്ടിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ അരപ്പ് തയ്യാറാക്കിയത്. അപ്പോൾ 4-5 വിസിൽ വന്നു കഴിഞ്ഞ് ചോറ് ഇതാ തിളക്കേണ്ട ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. തിളച്ചിനില്ല. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഈ അരപ്പ് അതിലോട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം പുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്പയർ 2-3 വിസിലിൽ വീട്ടിൽ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഈ അരപ്പ് അതിലോട്ടിട്ടിട്ട് നല്ലോണം ഇളക്കി വിടണം. നല്ലോണം മിക്സ് ആകുന്നവർക്ക് നമുക്ക് നല്ലോണം ഇളക്കി വിട്ടുകൊണ്ടിരിക്കാം. ഒന്നും കൂടി ഒന്ന് തിളക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെയെല്ലാം മിക്സ് ആകേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലോട്ട് വറുത്തിട്ടിടണം. കറിവേപ്പില ഇട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. വറുത്തിടാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചട്ടി ചൂടാകുമ്പോൾ ഞാൻ കുറച്ച് കറി പോലെ ആക്കിയത്, കാരണം ഞാൻ കറി വെക്കുന്നില്ല. ഇതിൻ്റെ കൂടെ തന്നെ ചോറിൻ്റെ കൂടെ തന്നെ കറി ഒഴിച്ച് കഴിക്കുന്ന മാതിരിയാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ജീരകം ഇട്ട് കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മൂത്തതിന് ശേഷം നമുക്കിതിലോട്ട് വറുത്തിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് വെക്കാം. 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി അതിലിട്ട് മിക്സ് ആക്കും. അപ്പോൾ അടിപൊളി പുഴുക്കിട റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ചമ്മന്തി അരക്കണം. അപ്പോൾ ചമ്മന്തി അരക്കാൻ തേങ്ങ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചമ്മന്തിക്ക് തേങ്ങ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, ഉപ്പ്, ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ചമ്മന്തിയും അരച്ച് കഴിഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റാണ്. പച്ചമുളകും മുളക് പൊടിൻ്റെ കോമ്പിനേഷൻ സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഓംലേറ്റ് ഇടണം. അതിന് വേണ്ടി കല്ലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മുട്ടയും ഉടച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കല്ലിലോട്ടൊഴിച്ച് മുട്ട ഓംലേറ്റ് ചെയ്തെടുക്കാം. നാടൻ ഉച്ചയൂണ ഇന്നത്തേത്. അപ്പം മുട്ടയുടെ ഏകദേശം റെഡിയായി. ചോറും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് വാർത്തിട്ട് നമുക്ക് കഴിക്കേണ്ടത് താമസം മാത്രമേ ഉള്ളൂ. മുട്ട റെഡി ആയിട്ടുണ്ട്. രണ്ടാമതും ഒരു മുട്ട റെഡിയാക്കേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് റെഡിയായി കഴിഞ്ഞ് ഇനി ചോറ് വാർത്തിട്ട് നമുക്ക് കഴിക്കാം. നല്ലോണം വെന്തിട്ടുണ്ട് ചോറ്. അപ്പോൾ ചോറ് വാർത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇന്നത്തെ നാടൻ ഉച്ചയൂണ് കഴിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ നാടൻ ഉച്ചയൂണ്. അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, സൂപ്പറായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയി അടുത്ത് തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.